100ാം വാർഷിക സമ്മേളനത്തിൽ KJU നൂറ്റാണ്ടിൻ്റെ വൈജ്ഞാനിക ഗരിമ എന്ന തലക്കെട്ടിൽ പ്രഭാഷണം നടത്താൻ M. സലാഹുദ്ദീൻ മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വേദിയിൽ സന്നിഹിതരായ കേരള ജമിയത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും ISMൻ്റെയും MSMൻ്റെയും സാരഥികളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ ഈ വാർഷിക സമാപന സമ്മേളനത്തിൻ്റെ വിളി കേട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറെ ത്യാഗം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാഭ്യാസ രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനം, കേരള ജമിയത്തുൽ ഉലമയൊക്കെ നടത്തിയ മാറ്റത്തെ സംബന്ധിച്ച് എൻ്റെ മുമ്പ് ഇവിടെ സംസാരിച്ച എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ കേരള മുസ്ലിം ഐക്യസംഘവും 2 വർഷത്തിന് ശേഷം 1924 കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണവും അതിൻ്റെ നേതൃത്വത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന വാർഷികാഘോഷങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആഹ്വാനങ്ങളും പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് കേരള മുസ്ലിമീങ്ങളിൽ ഇക്കാണുന്ന മാറ്റമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. പിൽക്കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ചലിപ്പിച്ച പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ മുഴുവനും ഈ ഇസ്ലാഹി പ്രസ്ഥാനം സംഭാവന നൽകിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യവസ്ഥാപിതമായ മദ്രസയും അറബിക് കോളേജും സിലബസും എല്ലാം ഉണ്ടാകുന്ന നമുക്കറിയാം. മർഹൂം ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹം വാഴക്കാട് ദാറുൽ ഉലൂമിൽ എത്തുന്നതോടുകൂടിയാണ്. അതിനെതിരെ അതിശക്തമായ പൗരോഹിത്യ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കാൻ കഴിയില്ല. ചാലകത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ മകനായ MCC അബ്ദുറഹ്മാൻ മൗലവിയാണ് പിന്നീട് അതിന് നേതൃത്വം നൽകിയത്. MCC അബ്ദുറഹ്മാൻ മൗലവി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്ത് തൻ്റേതായ സംഭാവനകൾ അർപ്പിച്ച് നീങ്ങുമ്പോൾ അതിനായി അദ്ദേഹം ഒപ്പം കൂട്ടിയത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ MCC ഹസൻ മൗലവിയെയും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെയും MT അബ്ദുറഹ്മാൻ മൗലവിയെയും അബുസലാഹ് മൗലവിയെയും ഒക്കെ ആയിരുന്നു എന്ന് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. MCCയുടെ നേതൃത്വത്തിൽ ദാറുൽ ഉലൂമിലൂടെ വിദ്യാഭ്യാസ പ്രകാശം പ്രസരിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾ കേരളത്തിൽ മറ്റെവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നീടാണ് അതിൻ്റെ ചുവട് പിടിച്ച് പല സ്ഥലങ്ങളിലും ദീനീ കലാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വന്നത്. ദാറുൽ ഉലൂമിനെ അറബിക് കോളേജായി പരിവർത്തിപ്പിക്കുകയും ഉന്നത കലാലയമായി വളർത്തിയെടുക്കുകയും മദ്രാസ് യൂണിവേഴ്സിറ്റി കൊണ്ട് അംഗീകരിപ്പിക്കുകയും അവിടെ അഫ്ളലുൽ ഉലമ കോഴ്സ് നടപ്പിൽ വരുത്തിയതും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അവരുടെ അംഗീകാരം നേടിയ ആദ്യ സ്ഥാപനമായി പരിലസിച്ചതുമെല്ലാം ഈ പറയുന്ന MCC അബ്ദുറഹ്മാൻ മൗലവിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആളുകളുടെയും നിതാന്ത പരിശ്രമമായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പിൽക്കാലത്ത് കേരളത്തിലെ മതപ്രബോധന വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച പലരും ഈ പറഞ്ഞ കലാലയത്തിൽ നിന്ന് ബിരുദം നേടുകയും വിദ്യ അഭ്യസിക്കുകയും ചെയ്തവരായിരുന്നു. മർഹൂം KP മുഹമ്മദ് മൗലവി, അബ്ദുസ്സമദ് മുഹമ്മദ് അൽ കാത്തിബ്, KC അബൂബക്കർ മൗലവി, KN ഇബ്രാഹിം മൗലവി, P സെയ്ദ് മൗലവി തുടങ്ങിയവർ
അതിൽ ഉൾപ്പെടുന്ന ചിലരാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. 1946 വാഴക്കാട് ദാറുൽ ഉലൂമിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോൾ KM മൗലവിയുടെ നിർദ്ദേശാനുസരണം തിരൂരങ്ങാടി തറമ്മൽ പള്ളിയിൽ MCC അബ്ദുറഹ്മാൻ മൗലവി ക്ലാസ് തുടർന്നു. പള്ളിയിൽ കോളേജ് നടത്തുന്നതിൻ്റെ പരിമിതി മനസ്സിലാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം മറ്റൊരു ഇടം തേടി. ആ തേട്ടം എത്തി നിന്നത് പുളിക്കലായിരുന്നു. കവാക്കിബുൻ നെയ്യറയുടെ സഹകരണത്തോടെ അവരുടെ കെട്ടിടത്തിൽ 1947 ജൂലൈ 1 ഇസ്ലാഹി കേരളത്തിൻ്റെ ഇതിഹാസതുല്യമായ കാലഘട്ടത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് മദീനത്തുൽ ഉലൂം അഥവാ നോളേജ് സിറ്റി പിറന്നു. പിന്നീട് MCCയുടെ ശ്രമഫലമായി സൗകര്യപ്രദമായ സ്ഥലം ലഭ്യമാക്കി. അതാണിന്ന് മാംഗ്ലാരിക്കുന്നിൽ മദീനത്തുൽ ഉലൂം സ്ഥാപിച്ചതിന് ശേഷം ഏറ്റവും ഗംഭീരമായി തല ഉയർത്തി നിൽക്കുന്ന മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്. ആ മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലൂടെ ബിരുദമെടുത്ത ഒരുപാട് മദനിമാർ അവർ ഈ ഇസ്ലാഹി നവോത്ഥാന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നിരവധി ഇസ്ലാഹി പണ്ഡിതകളെ കൈരളിക്ക് സമ്മാനിച്ച ഇന്നും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന മോങ്ങം അൻവാറുൽ ഇസ്ലാം വനിതാ അറബിക് കോളേജ് കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന മറ്റൊരു മഹത്തായ സ്ഥാപനമാണ്. വിദ്യാഭ്യാസ നവോത്ഥാന രംഗത്ത് മാറ്റങ്ങളുടെ പടഹധ്വനി മുഴക്കിയ അറബിക് കോളേജുകളും അനുബന്ധ സ്ഥാപനങ്ങളും ധാരാളമുണ്ട്. ജാമിയ നദവിയ എടവണ്ണ, ജാമിയ സലഫിയ പുളിക്കൽ, റൗദത്തുൽ ഉലൂം ഫറൂഖ്, സുല്ലമുസ്സലാം അരീക്കോട്, അൻസാർ വളവന്നൂർ, കരിങ്ങനാട് സലഫിയ, ബുസ്താനുൽ ഉലൂം കൊപ്രക്കളം, മേപ്പയൂർ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം എന്നിവ ചില ഉദാഹരണങ്ങളായി മാത്രം സൂചിപ്പിക്കുന്നു. സ്കൂളുകളും ഹയർ സെക്കൻഡറിയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെതായി നടന്നു വരുന്നുണ്ട്. കാലഘട്ടത്തിൻ്റെ വിളി അനുസരിച്ച് ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ സൂചിപ്പിച്ചു, മദ്രസ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരുന്നു എന്ന്. ചോക്കും ബോർഡും ബെഞ്ചും ഡെസ്കും സിലബസും പാഠപുസ്തകവും അങ്ങനെ മതവിദ്യാഭ്യാസ രംഗം ആമൂലാഗ്രം സംസ്കരിച്ച് പരിഷ്കരിച്ച് ആധുനിക സംവിധാനം ഇസ്ലാഹി പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയപ്പോൾ യാഥാസ്ഥികർ നഖശികാന്തം എതിർക്കുകയും മദ്രസകൾക്കെതിരെ വമ്പിച്ച പ്രചാരവേല നടത്തുകയും ചെയ്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും മദ്രസ എന്നതിൻ്റെ തുടക്കത്തിലുള്ള മീമ് ജഹന്നമിൻ്റെ അവസാനത്തിലുള്ള മീമ് എന്ന് ജൽപ്പിച്ചുകൊണ്ട് പാട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മദ്രസയിൽ പോയാൽ നേരെ നരകത്തിലേക്ക് പോകും എന്ന് സാരം. മദ്രസയാകുമ്പോൾ അധ്യാപകർ നിൽക്കുകയും വിദ്യാർത്ഥികൾ ഇരിക്കുകയും ചെയ്യുന്നത് അദബ് അവർ വാദിച്ചു. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ ബോർഡിൽ എഴുതുമ്പോൾ അതിൻ്റെ പവിത്രതയെ അനാദരിക്കലായി തീരുമെന്നും അത് മായ്ക്കുമ്പോൾ ചോക്കുപൊടി നിലത്തി വീണാൽ അത് ആളുകൾ ചവിട്ടുമെന്നും അത് ഖുർആനിനെ ചവിട്ടിമെതിക്കുന്നതിന് തുല്യമാണെന്നും സമൂഹമധ്യേ അവർ പ്രചരിപ്പിച്ചു. ഇന്ന് അവരുടെ പിന്തലമുറയ്ക്ക് 10,000-കണക്കിന് മദ്രസകളുണ്ടെന്നും ലക്ഷക്കണക്കിന് അധ്യാപകരുണ്ടെന്നും അതുപോലെ തന്നെ ചോക്കുണ്ട്, ബോർഡുണ്ട്, കരിക്കുലമുണ്ട്, സിലബസുണ്ട്, പരീക്ഷയുണ്ട്, സ്മാർട്ട് ക്ലാസ് റൂമുകളുണ്ട്. ഈ വഴിയെ നയിച്ചവർ ആരാണ് എന്നുള്ളത് അവർ തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ ഞങ്ങളാണിതുണ്ടാക്കിയത് എന്ന് അവകാശവാദം ഉന്നയിക്കലല്ല വേണ്ടത്. അതുപോലെ ഭൗതിക കലാലയങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന സമൂഹത്തെ കലാലയങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാന നേതാക്കൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നും മലബാർ എന്നും ഐക്യകേരള പ്രവിക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഇതിനു വേണ്ടി ആവശ്യമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. സംഘടിത നവോത്ഥാന പ്രവർത്തനത്തിന് മുമ്പ് തന്നെ ഇസ്ലാഹി പണ്ഡിതന്മാർ ഇതിന് നീക്കങ്ങൾ നടത്തി. നവോത്ഥാന വീതിയിലെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ മലയാളവും അറബിയും തമിഴും ഉറുദുവും പാഴ്സിയും തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹമദാനി തങ്ങൾ
ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് 1904 നിലവിൽ വന്ന ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു രാജാവിൻ്റെ അസംബ്ലിയിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെടാൻ അന്ന് യോഗ്യതയുണ്ടായിരുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്കായിരുന്നു എന്നാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും സർക്കാർ വിദ്യാലയങ്ങളിൽ അവർണരായ ആൾക്കാർക്ക് പ്രവേശനം അനുവദിക്കുകയും ചെയ്ത രാജാവായിരുന്നു അദ്ദേഹം. മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിക്കായി പലതവണ ഔദ്യോഗികമായി നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിനുവേണ്ടി വീറോടെ വാദിക്കുകയും ചെയ്തിരുന്നു ഹമദാനി തങ്ങൾ. അദ്ദേഹമാണ് സാമൂഹിക നീതിയുടെ ഭാഗമായി മുസ്ലിം കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാനായി അറബി പഠനത്തിന് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ഔദ്യോഗിക ഭരണസമിതിയായ പോപ്പുലർ അസംബ്ലിയിൽ ആദ്യമായി ശബ്ദമുയർത്തിയത്. ഈ ആവശ്യത്തിന് ജനകീയ അംഗീകാരം നേടിയെടുത്തത് വക്കം മൗലവിയുമായിരുന്നു. 1911 ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയയിൽ വെച്ച് വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ മുസ്ലിം നേതാക്കന്മാരുടെ ഒരു യോഗം ചേർന്നു. ഈ യോഗം മുസ്ലിം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും വക്കം മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം മഹാരാജാവിനെ കാണാനും മുസ്ലിങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാൻ അറബി പഠനം സ്കൂളുകളിൽ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാനും തീരുമാനിക്കുകയും പോയി കാണുകയും ചെയ്തു. തൽഫലമായി 1912 സെപ്റ്റംബർ 10 തിരുവിതാംകൂർ ഭരണകൂടം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വളരെ ചിന്തനീയമായതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ലിം സ്വാധീന പ്രദേശങ്ങളിൽ പ്രാഥമിക പഠനശാലകൾ ആരംഭിച്ച് വിദ്യാഭ്യാസത്തെ നിർബന്ധമാക്കണം. ഖുർആൻ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിന് പള്ളിക്കൂടങ്ങളിൽ ഖുർആൻ പഠനം പാഠ്യവിഷയമാക്കണം. മുസ്ലിം പള്ളിക്കൂടങ്ങളുടെ മേൽനോട്ടത്തിനായി മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർമാരെ നിയമിക്കണം. സാധുക്കളായ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനാർത്ഥം പ്രത്യേക വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകണം. 6ാം ക്ലാസ് വരെ ഒരു തരത്തിലുള്ള ഫീസും അവരിൽ നിന്ന് ഈടാക്കാൻ പാടില്ല. 6ാം ക്ലാസ് പാസ്സായാൽ മുസ്ലിം വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യാഭ്യാസം ഉന്നത പഠനത്തിനായി ബോംബെയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ അയക്കണം. കൊല്ലത്തെ മുസ്ലിം ലോവർ ഗ്രേഡ് എലിമെൻ്ററി സ്കൂളിന് അഡീഷണൽ ഗ്രാൻഡ് അനുവദിക്കണം. അവിടെ അറബി ഭാഷ പഠിപ്പിക്കുന്നതിന് ഒരു ക്ലാസ് കൂടി അനുവദിക്കണം. ചോദിച്ചതൊരു പൂവാണ്, നൽകിയത് ഒരു പൂന്തോട്ടം മുഴുവനും. അതായിരുന്നു അന്നത്തെ ആ രാജാവിൻ്റെ വിളംബരം. ഇന്നാണെങ്കിലോ നമ്മളൊരു പൂ ചോദിച്ചാൽ പൂമൊട്ട് പോലും കിട്ടൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് അറബി പഠനത്തിലുള്ള രംഗങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 1913 ഡോക്ടർ ബിഷപ്പിനെ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു രാജാവ്. കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം 25 മുസ്ലിം വിദ്യാർത്ഥികളുള്ള ഓരോ സ്കൂളിലും ഓരോ ഖുർആൻ ടീച്ചറെ നിയമിച്ചു. ഇത് പ്രകാരം അന്ന് 15 സ്കൂളുകളിൽ ആദ്യമായി അറബി തസ്തിക നിലവിൽ വന്നു. 1916 തിരുവിതാംകൂറിൽ അറബി പഠനം വ്യാപകമാക്കാനുള്ള വിളംബരമുണ്ടായി. തൽഫലമായി 75ഓളം സ്കൂളുകളിൽ അറബി പഠനമുണ്ടായി. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, അറബി അധ്യാപകർക്ക് ധനസഹായവും നൽകി. ഇതെന്തിനായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ചരിത്രം ഓർമ്മിപ്പിച്ചത്. ഇത് മുസ്ലിം വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗ പരിശ്രമമായിരുന്നു. ഇത് ചെയ്തത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളായിരുന്നു എന്ന് ഈ പ്രസ്ഥാനത്തെ നഖശികാന്തം ഇപ്പോഴും എതിർക്കുന്നവർ ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. തന്നെയുമല്ല, അന്ന് അറബി അധ്യാപകരെ നിയമിക്കാനുള്ള യോഗ്യത, ഇന്ന് എത്രയോ യോഗ്യതയുണ്ട്, അന്ന് അറബി അധ്യാപകരായി നിയമിക്കാനുള്ള യോഗ്യത വക്കം മൗലവി നൽകിയിരുന്ന സാക്ഷ്യപത്രം മാത്രമായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ
സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനും സ്വാതന്ത്ര്യ സമരസേനാനിയും പത്രപ്രവർത്തകനും പ്രസാധകനും ഗ്രന്ഥകാരനും എന്നൊക്കെയുള്ള നിലകളിൽ പ്രശസ്തനായിരുന്ന വക്കം മൗലവിക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമായിരുന്നു അത്. പിൽക്കാലത്ത് കേരള മുസ്ലിം ഐക്യ സംഘത്തിൻ്റെയും KJUവിൻ്റെയും തേരാളികളായി തീർന്നു ഇവരെല്ലാവരും. അതുപോലെ കൊച്ചി സംസ്ഥാനത്തും അറബി ഭാഷാ പഠനം വന്നത് മുസ്ലിം വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കൊണ്ടുവന്നത് നവോത്ഥാന നായകരുടെ ശ്രമഫലമായിട്ട് തന്നെയാണ്. അന്ന് 914 മുതൽ 932 വരെ കൊച്ചി രാജാവായിരുന്ന രവിവർമ്മ 16-ാമൻ്റെ ഭരണകാലത്ത് സീതി സാഹിബിൻ്റെ പിതാവ് സീതി മുഹമ്മദിൻ്റെയും മണപ്പാട്ട് കുഞ്ഞഹമ്മദാജിയുടെയും മറ്റും പ്രയത്നത്താൽ 1918 പ്രാഥമിക വിദ്യാലയങ്ങളിൽ അറബി ഭാഷ പഠിപ്പിക്കണമെന്ന് രാജകീയ വിളംബരമുണ്ടായി. മലബാറിലും സ്കൂളിൽ അറബി ഭാഷാ പഠനം കൊണ്ടുവരുന്നതിന് പരിശ്രമം നടത്തിയത് ഇസ്ലാഹി പണ്ഡിതന്മാർ തന്നെയായിരുന്നു. ഫലക്കി മുഹമ്മദ് മൗലവിയും കരുവള്ളി മുഹമ്മദ് മൗലവിയും ഒക്കെ ഉദാഹരണം മാത്രം. 1956 ഐക്യ കേരളം വന്നതോടുകൂടി അതിന് കൂടുതൽ ശക്തി ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. സ്കൂളുകൾ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ഡോക്ടറേറ്റും MPhilലും ഒക്കെ ഇന്ന് അറബി ഭാഷയുടെ രംഗത്തുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് ഈ പറഞ്ഞ ഇസ്ലാഹി നേതാക്കന്മാരായിരുന്നു. കേരളത്തിലെ അറബി അധ്യാപകർ, സർവീസിലുള്ളവരും സർവീസിൽ നിന്ന് വിരമിച്ചവരും എല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തോടാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ. സ്ത്രീ വിദ്യാഭ്യാസം. മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും യാഥാസ്ഥിക വിഭാഗം നിഷേധിക്കുകയായിരുന്നു. എഴുത്തും വായനയും അവർക്ക് നിഷിദ്ധമാക്കി. സ്ത്രീ വിദ്യാഭ്യാസം ദീനീ വിരുദ്ധമെന്ന് മുദ്രകുത്തി. മതപരവും ഭൗതികവുമായ വിദ്യകളിൽ നിന്നെല്ലാം തടഞ്ഞു നിർത്തി. പഠിക്കാൻ അനുവദിക്കാതെ അടുക്കളകളുടെ അകത്തളങ്ങളിൽ തളച്ചിട്ടു. ഇത് സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ആഴം കൂട്ടി. തന്നിമിത്തം മുസ്ലിം സമുദായം പിന്നോക്കത്തിലും പിന്നോക്കമായി തീർന്നു. അവഗണനയുടെ അഗാധതയിലേക്ക് കൂപ്പുകുത്തിയ മുസ്ലിം സ്ത്രീകളുടെ സമുദ്ധാരണത്തിനും പുരോഗതിക്കും വിദ്യാഭ്യാസത്തിനും മുന്തിയ പരിഗണന കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള മുസ്ലിം ഐക്യസംഘവും മുജാഹിദ് പ്രസ്ഥാനവും നൽകി എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. 1930 മാർച്ച് 16 എന്ന് പറഞ്ഞാൽ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊണ്ട് 4 വർഷങ്ങൾക്ക് ശേഷം, നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൗഹീദി രംഗത്തും പൊതുരംഗത്തും എല്ലാ രംഗങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ സമസ്തയുടെ 4-ാം വാർഷിക സമ്മേളനത്തിൽ തികച്ചും മതവിരുദ്ധവും സ്ത്രീവിരുദ്ധവും അറുപിന്തിരിപ്പനും മഹാ അധപ്പതനത്തെ വിളിച്ചറിയിക്കുന്നതുമായ ഒരു പ്രമേയം ഉണ്ടായി. ആ പ്രമേയം ആ യോഗത്തിൽ, ആ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷൻ വെള്ളാങ്കര അഹമ്മദ് മുസ്ലിയാരായിരുന്നു. CK മുഹമ്മദ് മുസ്ലിയാരാണ് പ്രമേയം അവതരിപ്പിച്ചത്. സമസ്തയുടെ സ്ഥാപക നേതാവായിരുന്ന പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ അത് പിന്താങ്ങി. അൽ ബയാൻ അറബി മാസിക 1930 മാർച്ച് 16 പുസ്തകം 1 ലക്കം 4-5 പേജ് 28 ആ പ്രമേയം ഇന്നും ജീവനോടെ ഉണ്ട്. എന്തായിരുന്നു ആ പ്രമേയം? സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശറഇൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. പാടില്ല എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രമേയം വരുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും വാദം മുസ്ലിം പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കുന്നത് ഹറാമാണെന്ന് തന്നെയായിരുന്നു. ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇത് ഈ പ്രമേയം പിൻവലിച്ചതായി പറയുന്നുമില്ല, അറിയുന്നുമില്ല. പ്രമേയം അങ്ങനെ തന്നെ രേഖപ്പെടുത്തി കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതോ ആകട്ടെ, ആ പ്രമേയത്തിൽ നിന്ന് മാറി ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങി വെച്ച സ്ത്രീ സമുദ്ധാരണത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ ഈ പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ അവരുണ്ട് എന്നുള്ളത് ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ പറയാൻ കാരണം
അന്ന് പി മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു ചോദ്യമുണ്ടായി. അതിന് സമസ്തയുടെ മുഫ്തി എഴുതിയ മറുപടി അൽബയാൻ പുസ്തകം 1 ലക്കം 3 വന്നിട്ടുണ്ട്. അതെന്താണ്? ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറ അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി ആയതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്ന് വശാകുന്നതും അതുപോലെ പാപങ്ങൾക്കും ഉള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയിൽ അറിയപ്പെടുന്നതായും അനുഭവപ്പെട്ടതായും വരുന്നത് കൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്റൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാകാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. ഇതായിരുന്നു ആ പ്രമേയം. ഇതൊക്കെയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് മുമ്പുള്ള അവസ്ഥ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രൂപത്തിൽ ഇത് തന്നെയുമല്ല, ഏതാണ്ട് 10-20 വർഷം മുമ്പ് അന്നും പിടുത്തം വിട്ടിട്ടില്ലായിരുന്നു ഇതിൽ നിന്ന്. നമ്മുടെ ഈ പന്ന്യങ്കരയിൽ, കോഴിക്കോടാണല്ലോ നമ്മളുടെ ഈ പരിപാടി നടക്കുന്നത്, ഈ പന്ന്യങ്കരയിലെ ഒരു പ്രണയമുണ്ടായി, സുലൈഖയും രവിയും തമ്മിൽ. അങ്ങനെ സുലൈഖ രവിയെ കൊന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവരിറക്കിയ ഒരു വരിയുണ്ട്, സുലൈഖത്തുനാ കതബത് ഖുതൂതൻ ഇലാ രവി ഫഹൽ ദാക ഇല്ലാ ബുദൂഇൽ കിതാബത്തി. അന്നും പാടിയതിതാ. എന്ന് പറഞ്ഞാൽ സുലൈഖ രവിക്ക് കത്തെഴുതി. അത് എഴുതാൻ കാരണം ഈ കയ്യെഴുത്ത് പഠിച്ചതാണ് എന്നാ. 10-20 വർഷം മുമ്പ് വരെയും അതിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സത്യം നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനവും നവോത്ഥാന കേരളവും ഈ രംഗത്ത് വളരെ സജീവമായി മുന്നോട്ട് വന്നതോടുകൂടി അതിൽ വലിയ മാറ്റമുണ്ടായി. ഇന്ന് അവരും നടത്തുന്നുണ്ട് വനിതാ അറബിക് കോളേജുകളും അതുപോലെ തന്നെ വനിതാ മാസികകളും പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മദ്രസകളും ഹയർ സെക്കൻഡറികളും ഒക്കെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഇസ്ലാഹി പ്രസ്ഥാനമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും തുടക്കത്തിൽ പല്ലും നഖവും ഉപയോഗിച്ചെതിർക്കുകയും പിഴച്ചവരെന്ന് ഫത്വ നൽകുകയും സമുദായം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനോടൊപ്പമാണെന്ന് തിരിച്ചറിയുമ്പോൾ എതിർപ്പുകൾ ഒഴിവാക്കി ഇസ്ലാഹി പാത പിന്തുടരുകയും ചെയ്യുന്ന രീതിയാണ് ഇന്നോളം 926-ൽ 24-ൽ രൂപം കൊണ്ട കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നോട്ടുള്ള നീക്കം തങ്ങളുടെ നിലനിൽപ്പിന് ഹാനികരമാകും എന്ന് മാത്രം കണ്ടതിൻ്റെ പേരിൽ, അല്ലാതെ കേരള ജംഇയ്യത്തുൽ ഉലമയോ കേരള മുസ്ലിം ഐക്യ സംഘമോ ഈ നാടിന് ഉപദ്രവം ചെയ്യുന്ന യാതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഈ നാട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അന്നു മുതൽ ഇന്നു വരെയുള്ള പ്രവർത്തനങ്ങൾ. ഇനിയും ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിലയിലും പിന്തള്ളപ്പെട്ടു പോയ ഈ സമൂഹത്തെ ഇന്ന് കാണുന്ന അവസ്ഥ, ആ അവസ്ഥ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നാവെടുത്താൽ, വായ തുറന്നാൽ വർഗീയത മാത്രം തുപ്പുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി അടുത്ത കാലത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ആരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വസ്ത്രധാരണം നോക്കിയാൽ മതി എന്ന് പറയുന്ന രൂപത്തിൽ വിഷം തുപ്പുന്ന ആൾക്കാരുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞത് പകയാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ രൂപത്തിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി വളരെ മുന്നോട്ട് വരികയും മുസ്ലിം സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുകയും സമൂഹത്തിൻ്റെ രൂപം തന്നെ മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, നവോത്ഥാന പ്രസ്ഥാനമാണ്, മുസ്ലിം ഐക്യസംഘവും കേരള ജംഇയ്യത്തുൽ ഉലമയുമാണ്. 100 വർഷം നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഈ സമൂഹത്തിന് ദിശാബോധം നൽകിയ കേരള ജംഇയ്യത്തുൽ ഉലമ ഇനിയും ഈ നാടിൻ്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ആ മുന്നോട്ട് നീങ്ങുന്നതിന് ഒരു പ്രചോദനമായി ഈ മഹാസമ്മേളനം
മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം നടത്തിയ എം സലാഹുദ്ദീൻ മദനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്.